ഹായ് ഫ്രണ്ട്സ്, ഷിംജിത്താണ്. ഇത് ഒരു മൊബൈൽ റെക്കോർഡഡ് വീഡിയോ ആണ്. അതും 5 കൊല്ലം മുൻപേ ഉള്ളത്. ബൈക്ക് വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് പോയ ട്രിപ്പാണ്. ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിച്ചത് ആസാമിലെ ഡിബ്രൂഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ഡിബ്രൂഗഡ്, തിൻസുകിയ തുടങ്ങിയ ഡിസ്ട്രിക്റ്റുകൾ ആസാമിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ജില്ലകളാണ്. ഇതിൽ ഡിബ്രൂഗഡ് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിബ്രൂഗഡ് എന്നുള്ള പേര് പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലമായ ഡോളാസാത്യ ബ്രിഡ്ജ് ഡിബ്രൂഗഡിലാണുള്ളത്. അതായത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള ഡോളാസാത്യ ബ്രിഡ്ജാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ്. അത് ഡിബ്രൂഗഡ് ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. ഡോളാസാത്യ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അരുണാചൽ പ്രദേശിലേക്കാണ്. അങ്ങനെ അരുണാചൽ പ്രദേശിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദിക്ക് പാരലായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ മൗണ്ടൻ റേഞ്ചാണ്. അതായത് ഹിമാലയത്തിൻ്റെ കിഴക്കേ അറ്റം സ്ഥിതി ചെയ്യുന്നത് അരുണാചലിലാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളി മൗണ്ടൻ റേഞ്ചാണ്. നല്ല മഴ ലഭിക്കുന്ന പ്രദേശമായതിനാൽ റെയിൻ ഫോറസ്റ്റുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. കേരളത്തിനോട് വളരെ സാമ്യതയുള്ള വനപ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. ജൂലൈ മാസത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് തന്നെ നല്ല മഴയുള്ള സമയമായിരുന്നു. മഴക്കാലത്ത് ഉരുൾപൊട്ടൽ ഇവിടുത്തെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ റോഡുകളിൽ 5-10 കിലോമീറ്റർ വിട്ടിട്ട് ഓരോ JCB നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളായതിനാൽ റോഡിലുണ്ടാവുന്ന കല്ലും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് JCBകൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അരുണാചലിലേക്കാണ് യാത്ര പോയതെന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു ഡെസ്റ്റിനേഷൻ വേണമല്ലോ. അങ്ങനെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ഫിക്സ് ചെയ്തത് സുബൻസിരി എന്ന് പറയുന്ന ഒരു ഡാം കൺസ്ട്രക്ഷൻ സൈറ്റാണ്. സുബൻസിരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ്. അരുണാചലിൽ നിന്ന് ബ്രഹ്മപുത്രയിലേക്ക് വന്ന് ചേരുന്ന ഒരു നദിയാണ് സുബൻസിരി. സുബൻസിരിയിൽ സുബൻസിരി ലോവർ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ്. അതായത് കൺസ്ട്രക്ഷൻ പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഡാമും ഒരു വൈദ്യുതി നിലയവുമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിനെതിരെ വൻ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പഴയ പ്രൊജക്റ്റാണ്. സമരങ്ങൾ കാരണം നീണ്ടു പോയി ഇപ്പോഴും ഇത് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെയാണ്. സുബൻസിരിയിലേക്കുള്ള വഴിയിൽ നമ്മൾ ജസ്റ്റ് ഇറ്റാനഗറും അതുപോലെ സീറോ വില്ലേജൊക്കെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ സുബൻസിരിയിലേക്ക് എത്തിയത്. ഈ വീഡിയോയിൽ യാത്രയാണ് കൂടുതലും കാണിക്കുന്നത്. യാത്ര തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എക്സ്പീരിയൻസും. ഡെസ്റ്റിനേഷൻ ഒരു പോയിന്റ് പോയിട്ട് ഇതാണ് ഇവിടെ കാണാനുള്ളത് എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലല്ല അരുണാചലിൻ്റെ കിടപ്പ്. അരുണാചലിൻ്റെ ടൂറിസ്റ്റ് പ്ലേസുകൾ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ എടുത്തു പറയാൻ പറ്റിയ 1-2 പേരുകൾ മാത്രമേ കിട്ടുള്ളൂ. അതായത് തവാങ്, റോയിങ്, അങ്ങനെ 2-3 പോയിന്റുകൾ മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുക. അരുണാചലിലെ ട്രിപ്പുകൾ ആസ്വാദ്യകരമാക്കുന്നത് അരുണാചലിലെ യാത്രയാണ്. ഈ മഴയും ഈ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുള്ള യാത്രകളാണ് അരുണാചലിലെ ട്രിപ്പിനെ അടിപൊളിയാക്കുക. കേരളത്തിൽ നിന്ന് അത് അരുണാചലിലേക്ക് വരണമെങ്കിൽ ട്രെയിൻ മാർഗമാണെങ്കിൽ വിവേക് എക്സ്പ്രസ് ആണ് ഒരു മാർഗം. വിവേക് എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് പാലക്കാട് വഴി തിൻസുകിയ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഏകദേശം 78 മണിക്കൂറോളാണ് ഇതിൻ്റെ യാത്ര. അതായത് 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ട്രെയിനിലിരിക്കണം. പിന്നെയുള്ളത് ബൈ എയർ ഓപ്ഷനുകളാണ്. ഗുവാഹട്ടിയാണ് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള എയർപോർട്ട്. ഗുവാഹട്ടി ആസാമിലാണ്. ആസാമിൽ നിന്ന് ഗുവാഹട്ടിയിൽ നിന്ന് തേജ്പൂർ വഴി നമുക്ക് അരുണാചലിലോട്ട് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഗുവാഹട്ടി ടു ഇറ്റാനഗർ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ പാസിഗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ എയർപോർട്ട് കൂടി അരുണാചലിൽ തുടങ്ങിയിട്ടുണ്ട്. അരുണാചലിൽ എയർപോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എയർപോർട്ടുകളല്ല, എയർ സ്ട്രിപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. അതായത് ഡിഫൻസിന്റെ ആവശ്യങ്ങൾക്കായുള്ള എയർ സ്ട്രിപ്പുകൾ ഒരുപാട് അരുണാചൽ പ്രദേശിലുണ്ട്. അരുണാചലിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിൻ ഉണ്ട്. അതായത് തേജ്പൂരിൽ നിന്ന് ഇറ്റാനഗർ വഴി റോയിങ്ങിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. അത് പാസഞ്ചർ ട്രെയിനുകളാണ്. എക്സ്പ്രസ് ട്രെയിനുകളൊന്നും തന്നെ ആ റൂട്ടിൽ പോകുന്നില്ല. അരുണാചലിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആസാമിൽ നിന്ന് എന്തായാലും നമ്മൾ ബ്രഹ്മപുത്ര ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അരുണാചലിലോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രഹ്മപുത്രക്ക് കുറുകെയുള്ള പാലങ്ങൾ എന്ന് വെച്ചാൽ വളരെ എണ്ണപ്പെട്ട പാലങ്ങൾ മാത്രമേ ബ്രഹ്മപുത്ര അത്രയും വളരെ വലിയ ഒരു നദിയായിട്ടാണ് പാലങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ഹിമാലയൻ ടാസ്ക്കാണ്.
അതുകൊണ്ട് തന്നെ തേച്ചൂരിലേക്കുള്ള വഴിയിൽ ഒരു പാലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പാലം തൃശ്ശൂരിലുള്ള ബോഗിബിൽ ബ്രിഡ്ജാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ ആൻഡ് റോഡ് ബ്രിഡ്ജാണ് ബോഗിബിൽ ബ്രിഡ്ജ്. പിന്നെയുള്ളത് ഓൾറെഡി നേരത്തെ പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജായ ഡോള സാദിയ ബ്രിഡ്ജാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ചെറിയ പാലമുണ്ട്. അത് പരശുറാം കുണ്ടിലാണ്. പരശുറാം കുണ്ടിൽ ആണ് ആക്ച്വലി ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എന്ന് വേണം പറയാം. ചൈനയിൽ നിന്ന് വരുന്ന ലോഹിത് റിവർ ബ്രഹ്മപുത്രയായിട്ട് മാറുന്ന സ്ഥലമാണ് പരശുറാം. അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തായിട്ട് തേജുവില് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാലം കൂടിയാണ്. ഇത്രയും പാലങ്ങൾ മാത്രമേ അരുണാചലിനും ആസാമിനും ഇടയ്ക്കുള്ളൂ. അതായത് കണക്ടിവിറ്റി വളരെ ലിമിറ്റഡ് ആണ് എന്നർത്ഥം. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ഫെറി സർവീസുകൾ അവൈലബിൾ ആണ്. മുമ്പ് ബോഗിബിൽ ബ്രിഡ്ജ് നിന്നിരുന്ന സ്ഥലത്ത് പാസികളിലേക്ക് ഫെറി സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും ഫെറി സർവീസുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അരുണാചൽ ട്രിപ്പ് പോയ കാലത്ത് നല്ലൊരു ക്യാമറ കയ്യില്ലാത്തതിന്റെ വിഷമം ഇപ്പോൾ അറിയാനുണ്ട്. പക്ഷെ എന്നാലും മൊബൈലിൽ അന്ന് റെക്കോർഡ് ചെയ്ത കുറേ വീഡിയോകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ.